അത് അടിച്ച ഓടും. ഇപ്പൊ എല്ലാവർക്കും പിടിക്കണമെന്നില്ല. എനിക്കത് ഇതായിട്ടാണ്. അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ മക്കളുടെ വീഡിയോ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. കൊല്ലത്ത് താമസിക്കുന്ന സുധിയുടെ മൂത്ത മകൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അന്ന് വീഡിയോ പങ്കുവച്ചത്. കോട്ടയത്തുള്ള അനുജൻ ഋതപ്പനെ കാണാൻ പോകുന്നതായിരുന്നു വീഡിയോ. സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് കിച്ചു. സുധിയുടെയും രേണുവിൻ്റെയും മകനാണ് ഋതപ്പൻ. അന്ന് ഞാൻ കോട്ടയത്ത് പോയത് ഇങ്ങനെ ഒരു വീഡിയോ ഇൻഷുറൻസിന്റെ കേസ് കിടക്കുന്നുണ്ട്. അതിന്റെ പേപ്പർ കൊടുക്കാനായിട്ട് പോയപ്പോൾ ജസ്റ്റ് അവനെ കയറി കാണാന്നുള്ള രീതിയിൽ കയറിയതാണ്. അങ്ങനെ ഒരു ടൈമിൽ എനിക്ക് പറഞ്ഞ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. എൻ്റെ അടുത്ത് ആരൊക്കെ എന്തൊക്കെയൊന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ തന്നെ പറഞ്ഞു. കുഞ്ഞനുജൻ ഋതപ്പനെ കാണാനായി കിച്ചു എത്തുന്ന സമയത്ത് രേണുസുധി വീട്ടിലുണ്ടായിരുന്നില്ല. ഋതപ്പൻ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ ട്രോഫികളൊക്കെ ചേട്ടന് കാണിച്ചു കൊടുക്കുന്നത് വീഡിയോയിലുണ്ടായിരുന്നു. ഇതിൽ സുധിക്ക് കിട്ടിയ ട്രോഫികൾ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിയ നിലയിലും രേണുവിന് കിട്ടിയത് പുരസ്കാരങ്ങൾ മേശപ്പുറത്തുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടെ സംഭവം ചർച്ചയായി. രേണുവിനെതിരെ രൂക്ഷ വിമർശനവും ഉയരുകയും ചെയ്തു. ആരെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയല്ല വീഡിയോ ചെയ്തതെന്ന് പിന്നീട് ഈ വിവാദങ്ങൾക്കൊടുവിൽ കിച്ചു പ്രതികരിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛനെ, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛനെ. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. ഋതപ്പനെ കാണാനായി പോയതാണ്. കൂടാതെ അച്ഛൻ്റെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേപ്പർ കൊടുക്കാൻ കൂടിയാണ് കോട്ടയത്തേക്ക് പോയതെന്നും ഋതപ്പനെ കാണാൻ ഇനിയും ഇടയ്ക്ക് പോകുമെന്നും കിച്ചു വീഡിയോയിലൂടെ വ്യക്തമാക്കി. ഈ വീഡിയോ വന്നതിന് ശേഷമാണ് രേണുവിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നത്. അതിനെതിരെ പ്രതികരിച്ച് രേണുവും രംഗത്തെത്തിയിരുന്നു. ഒന്നും നശിപ്പിക്കാൻ വേണ്ടിയല്ല, എല്ലാം സൂക്ഷിച്ചു വച്ചതായിരുന്നു എന്നാണ് രേണു ഇതിന് മറുപടിയായി പറഞ്ഞത്.